രാഹുൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയും സതീശനുമായി ആശയവിനിമയം നടത്തിയതായി പ്രവർത്തകർ ആരോപിക്കുന്നുണ്ട്. സതീശനായിരിക്കാം ഇതിന് ചുക്കാൻ പിടിച്ചത് എന്നും പറയുന്നുണ്ട്. സതീഷിനെതിരെ ആയിരിക്കുകയാണ് കോൺഗ്രസിലെ ചില യുവത. വിവാദങ്ങൾക്കു പിന്നാലെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നേതൃത്വം പിരിച്ചുവിട്ടു. സെല്ലിന്റെ ചുമതല എറണാകുളം MP ഹൈബി ഈഡന് നൽകി. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റേതാണ് തീരുമാനം. ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാനായ VT ബൽറാമിനെ മാറ്റിയാണ് മറ്റൊരു വൈസ് പ്രസിഡന്റായ ഹൈബി ഈഡന് ചുമതല നൽകിയത്. KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പേരും മാറ്റി. ഇനി മുതൽ സോഷ്യൽ മീഡിയ സെൽ എന്നായിരിക്കും അറിയപ്പെടുക. ദേശീയ തലത്തിലും മറ്റും സംസ്ഥാന ഘടകങ്ങളിലും സോഷ്യൽ മീഡിയ സെല്ല് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിൽ മാത്രമായിരുന്നു ഇതുവരെ ഡിജിറ്റൽ മീഡിയ സെല്ല് എന്ന് അറിയപ്പെട്ടിരുന്നത്. ബീഹാർ പോസ്റ്റിന് പിന്നാലെ VT ബൽറാം സെല്ലിന്റെ ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞെങ്കിലും KPCC രാജി സ്വീകരിച്ചിരുന്നില്ല. പ്രൊഫഷണൽ സംഘത്തെ നിയോഗിച്ച് സോഷ്യൽ മീഡിയ സംഘത്തെ ശക്തമാക്കുമെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. കഴിഞ്ഞ KPCC യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഹൈബി ഈഡനോട് പുതിയ ചുമതല സംബന്ധിച്ച കാര്യം ദീപാദാസ് മുൻഷി പറഞ്ഞത്. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സതീശന് എതിരെ സൈബർ ആക്രമണം അതിരുവിട്ടതോടുകൂടിയാണ് ദേശീയ നേതൃത്വം സെല്ലിന്റെ കാര്യത്തിൽ ഇടപെട്ടത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലായിരിക്കും പുതിയ ടീമിന്റെ പ്രവർത്തനം. നിലവിലുള്ള ടീം കാര്യക്ഷമമല്ലെന്നും ദീപാദാസ് മുൻഷി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പരാതി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിന് പിന്നാലെ സമൂഹ മാധ്യമ വിഭാഗം ശക്തിപ്പെടുത്താൻ സമിതിയെ KPCC നിയോഗിച്ചിരുന്നു. സമൂഹ മാധ്യമ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിന് മുതിർന്ന നേതാക്കളുടെ മോണിറ്ററിംഗ് ടീം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. കർശനമായ മാർഗനിർദ്ദേശങ്ങളും നിയന്ത്രണ സംവിധാനങ്ങളും കൊണ്ടുവരും. അങ്ങനെ VT ബൽറാം ടീമും സതീശന് എതിരായി. ഇതിന് പിന്നാലെ രാഹുൽ വിഷയത്തിൽ വീക്ഷണത്തെ സതീശൻ തള്ളി. രാഹുൽ മാങ്കൂട്ടത്തലിന് അനുകൂലമായ വീക്ഷണ മുഖപ്രസംഗം എഴുതിയതിനെ കുറിച്ച് അത് എഴുതിയവരോട് ചോദിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. രാഹുൽ വിഷയത്തിൽ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിൽ ഒരാൾക്കെതിരെ 2 തവണ നടപടി സ്വീകരിക്കാൻ കഴിയില്ല. ഇതിൽ KPCC പ്രസിഡന്റ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടും അത് തന്നെയാണ്. എല്ലാവരുമായി കൂടിയാലോചന നടത്തിയാണ് അന്ന് നടപടി സ്വീകരിച്ചത്. ഇപ്പോഴത്തെ നിലപാട് KPCC അധ്യക്ഷൻ പറഞ്ഞതും. ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാനുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും അതിൽ വീഴില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കാതെ അത്തരക്കാരെ സംരക്ഷിക്കുന്ന CPM-ന് ഇക്കാര്യം ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ പരാതി പോലുമില്ലാതെ നടപടിയെടുത്ത കോൺഗ്രസ് തല ഉയർത്തിയാണ് നിൽക്കുന്നത്. വീക്ഷണത്തിൽ രാഹുലിനെതിരെ നടന്ന ഗൂഢാലോചനയാണ് എന്ന് എഴുതിയവരോട് തന്നെ പോയി ചോദിക്കണമെന്നും VD സതീശൻ പ്രതികരിച്ചു. കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്ന പാർട്ടി. ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ നടപടി സ്വീകരിച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് CPM ആണ്. ഞങ്ങൾ അഭിമാനത്തോടുകൂടി തല ഉയർത്തിയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്നാണ് സതീശൻ പറഞ്ഞത്. ലൈംഗിക പീഡന കേസിനെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയെങ്കിലും പരാതിക്കാരി ഫ്ളാറ്റിലെത്തിയ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചില്ല. MLA-യുടെ ഓഫീസിലും പരിശോധന നടത്തി. സ്വകാര്യ വാഹനത്തിലാണ് അന്വേഷണ സംഘം എത്തിയത്. പാലക്കാട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്നു. പരിശോധനയ്ക്ക് പാലക്കാട്ട് കൂടുതൽ പോലീസ് സംഘത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 2 അംഗ സംഘമാണ് പരിശോധിച്ചത്. മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കും വരെ അറസ്റ്റ് വേണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിലപാട് എങ്കിലും പിന്നീട് ADGP H വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നപ്പോൾ തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ ADGP നിർദ്ദേശം നൽകി. ഇതോടെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു. രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ്. രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നതായും പോലീസിന് സംശയമുണ്ട്. പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച അന്വേഷണം നടന്നത് അശാസ്ത്രീയ ഗർഭചിത്രമെന്ന യുവതിയുടെ മൊഴിയിലും പോലീസ് പരിശോധന നടത്തി. വീര്യം കൂടിയ മരുന്ന് നൽകിയെന്നും ഗർഭചിത്രം നടത്തിയത് 2 മാസത്തിന് ശേഷമാണെന്നും യുവതി മൊഴി നൽകി. അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതിയുടെ ആരോഗ്യനില മോശമായതിനാൽ ചികിത്സ തേടിയെന്നും മൊഴിയിൽ ഉണ്ടായിരുന്നു. യുവതി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ വിവരം ഡോക്ടർമാരെ ബന്ധപ്പെട്ട് പോലീസ് സ്ഥിരീകരിച്ചു. യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളും തെളിവുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുവതിക്ക് നൽകിയത് 7 ആഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്നും ഉറപ്പിച്ചു. ജീവൻ പോലും അപകടത്തിലാവുന്ന മരുന്നാണ് ഇത്.
ശബ്ദരേഖയിലേത് യുവതിയുടെ ശബ്ദം തന്നെയെന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രീയ ശബ്ദ പരിശോധന നടത്തും. യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാനും അന്വേഷണ സംഘം നീക്കം തുടങ്ങി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാതിക്രമ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന ആരോപണത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൽ ഒന്നാം പ്രതിയായിട്ടുള്ള കേസിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ, രാഹുൽ ഈശ്വർ, ദീപ ജോസഫ് എന്നിവരും പ്രതികളാണ്. അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു തുടങ്ങിയ പരാതികളിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ രാഹുൽ ഈശ്വർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. AR ക്യാമ്പിൽ രാഹുൽ ഈശ്വറെ ചോദ്യം ചെയ്തു വരികയാണ്. IT ആക്ട് 43, 66, BNS 72, 79 എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ദീപ ജോസഫ് 2ഉം 3ഉം പ്രതിയാണ്. സന്ദീപ് വാര്യർ 4ആം പ്രതിയും രാഹുൽ ഈശ്വർ 5ആം പ്രതിയുമാണ്. അതേസമയം പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് അത് സംബന്ധിച്ച പോസ്റ്റ് ഇട്ടത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനുമല്ല ഞാൻ. അതിന്റെ ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ധർ പരിശോധിക്കാവുന്നതേ ഉള്ളൂ എന്നും സന്ദീപ് വാര്യർ കുറിച്ചു. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് DYFI ആണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇരയുടെ ഐഡന്റിറ്റി ആദ്യമായും അവസാനമായും വെളിപ്പെടുത്തിയ സംഘടനയുടെ പേരാണ് DYFI. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന്റെ പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോയും ഉണ്ട്. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയം അടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. DYFI നേതാക്കൾക്ക് അയച്ചു തരാം, ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക് എന്നുകൂടി നമ്മുടെ സന്ദീപ് വാര്യർ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറയുന്നുണ്ട്.